അച്ഛൻ വന്ന് 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് അച്ഛൻ്റെ ചേട്ടനും അവരുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വീട്ടിലിരുന്നപ്പോൾ എല്ലാവർക്കും ബോറടിയായി. നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിയിൽ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ തന്നെ ദേ ഇവളുമുണ്ട്. ഇവളെൻ്റെ കസിനാണ്, അനിയത്തിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആലപ്പുഴ റോഡിൽ കൂടെ പോവുകയാണ്. ഒരു 90% ആലപ്പുഴ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, ആൾ നല്ല സൂപ്പറായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബീച്ചിലോട്ടുള്ള യാത്രയിലാണ്. ബീച്ച് റോഡ് കയറുമ്പോൾ തന്നെ നമുക്ക് ആകാശം കണ്ടോ, അതൊരു പ്രത്യേക ഭംഗിയാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്തെ ആ ഒരു ദൃശ്യങ്ങൾ, ആകാശം കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റെയിൽവേ ക്രോസ് വന്നത്. റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കാണ്. അതുപോലെ തന്നെ നല്ല ഒന്നാം തരം ബ്ലോക്കും. ഇപ്പോൾ ബ്ലോക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് 2 പേര് ഇറങ്ങിയിട്ടുണ്ട്. അതായത് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേട്ടനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്ന് കറങ്ങിയിട്ട് വന്നു, കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ, ഞങ്ങൾ 3 പേരും. അപ്പോൾ കുറേ നേരം ശ്രമിച്ചിട്ടും ബ്ലോക്കൊന്നും മാറിയില്ല. പിന്നെ ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇറങ്ങി ഓരോരുത്തരെ പറഞ്ഞു വിടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ബ്ലോക്കൊക്കെ മാറി ട്രെയിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ബസ്സിലെ ഡ്രൈവർ ചേട്ടനും അതുപോലെ തന്നെ കണ്ടക്ടർ ചേട്ടനും ഇറങ്ങിയിട്ടുണ്ട്. ഇവളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, പാവം പിടിച്ച പെണ്ണാണെന്ന് തോന്നിയിട്ടായിരിക്കും 2 പേരും ഇറങ്ങി വഴിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പൊക്കോളാൻ പറയുകയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ തീരത്ത് എത്തിയിട്ടുണ്ട്, ബീച്ച് റോഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ബീച്ച് റോഡിൽ കയറുമ്പം നമുക്ക് ആദ്യം കൺസേൺ ചെയ്യുന്ന കാര്യമാണ് പാർക്കിങ്. ഒരുപാട് സ്ഥലമുള്ളൊരു ഏരിയയാണിത്. പക്ഷേ പാർക്കിങ്ങിന് നോക്കുമ്പം ഒട്ടും സ്ഥലം കാണത്തില്ല. കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും ഇവിടെ. പ്രത്യേകിച്ചും ഇന്നൊരു സൺഡേ ആണ്, അപ്പോൾ ഭയങ്കര തിരക്കാണ്. നമ്മൾ നോക്കുമ്പോൾ പലയിടത്തും സ്ഥലങ്ങൾ കാണാം, പക്ഷേ അവിടെ ഒന്നും നമുക്ക് പാർക്കിംഗ് അലൗഡ് ആയിരിക്കത്തില്ല. അപ്പം ഞാനും അവളും കൂടെ പാർക്കിങ്ങിനുള്ള സ്പോട്ട് നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കി അവസാനം നമുക്ക് പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. നേരെ അങ്ങോട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു പാർക്കുണ്ട്, അതാണിത്. അപ്പം അവിടെ ചെറിയ ബോട്ടിങ്ങും അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി കേട്ടോ. അപ്പം നല്ല രസമാണ്, നല്ല വൈബാണ്. കുറച്ച് നേരം അവിടെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയൊരു വൈബാണ് ഈ ഒരു സമയം, പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത്. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ടു, ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ, നൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു വല്ലാത്തൊരു ഭംഗി എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അതൊക്കെയാണ് ദേ ഈ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് നമ്മൾ വന്ന കാര്യം മറന്നു പോകരുത്, നമ്മൾ ബീച്ച് കാണാനാണ് വന്നത്. അപ്പോൾ ഇനി നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ബീച്ച് തിരമാലകളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. കുറേ നാളായി ഞാനിവിടെ വന്നിട്ട്. ഇന്നെന്തോ പ്രത്യേക ഒരു ഭംഗി എനിക്ക് തോന്നി. കാരണം വീട്ടുകാരും എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക വൈബും സന്തോഷമൊക്കെയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പം ഒരുപാട് ഫാമിലീസ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്. എന്താ ഒരു സന്തോഷ നിറഞ്ഞൊരു സ്ഥലം അങ്ങനെയാണ് എനിക്ക് ഫീലായത്. പ്രത്യേകിച്ച് ഈ ആകാശം കാണുമ്പോൾ നല്ല കളറായിട്ട് നക്ഷത്രങ്ങളൊക്കെ തിളങ്ങി വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ചു. ഇനി തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്തെങ്കിലും വേണമെന്ന്. അപ്പം ആർക്കും ആദ്യം വേണ്ടായിരുന്നു, പക്ഷേ ഞാൻ കയറിയപ്പോൾ ദേ എല്ലാവരും ഓരോന്ന് വാങ്ങാൻ തുടങ്ങി. ഓരോന്ന് വാങ്ങി കഴിക്കാനും തുടങ്ങി. പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിക്കാനായിട്ടിരുന്നു. നല്ല ചായ ആയിരുന്നു കേട്ടോ. ഇതാണ് കട, ഞാൻ ചായ കുടിച്ച കട ഇതാണ്. അവിടെ നമ്മുടെ ഈ 4 മണി കടികളായിട്ടുള്ള ബജ്ജിയും എല്ലാം കിട്ടും കേട്ടോ. അപ്പം ഞാനൊരു ബജ്ജിയും പറഞ്ഞു. ഇതും എൻ്റെ കസിനാണ്. മുഖം എടുക്കാൻ പറ്റിയില്ല. എന്തായാലും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ കാണിക്കാം. അപ്പം ബജ്ജി വാങ്ങി ആർക്കും വേണ്ടാന്ന് പറഞ്ഞ സാധനങ്ങളാണ്. വാങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും കൈയിട്ട് വരും, കണ്ടില്ലേ. എന്തായാലും ബജ്ജി ആണെങ്കിലും ചായ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു രുചിയുണ്ടായിരുന്നു, നല്ലതായിരുന്നു. അവിടെ ഇരുന്ന് സമയം പോയതറിഞ്ഞിട്ടില്ല. ഇരുട്ടിയിരിക്കണു കുട്ടിയെ. അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഇനി കാർ എവിടെയാണ് ഇട്ടേക്കുന്നതെന്ന് തപ്പി കണ്ടുപിടിക്കാനുള്ള പോക്കിലാണ് ഞങ്ങൾ. രാത്രിയിലത്തെ ഡ്രൈവിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും ഡിമ്മടിക്കില്ല, മൊത്തം ബ്രൈറ്റ് ആയിരിക്കും. നമ്മുടെ കണ്ണിലാണ് ഫുള്ള് ലൈറ്റ്. കുറച്ച് പാടുപെട്ടു. ഞാനാണ് ഓടിച്ചത്.
രാത്രിയായതുകൊണ്ട് അവളുടെ കൊടുത്തില്ല. എല്ലാവരും വെച്ചെന്നാണ് വീട്ടിൽ വന്നത്. അപ്പോൾ വീട്ടിൽ വന്നപ്പം ഫുഡൊക്കെ മേടിച്ചു. അതിൻ്റെ കൂടെ തന്നെ നല്ല മധുരക്കള്ളും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. കൂടെ ഞാനും ഇരിപ്പുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ് കേട്ടോ. നല്ല ഫുഡും അതുപോലെ തന്നെ മധുരക്കള്ളും, എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവർക്കും എൻ്റെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലിയുടെ സന്തോഷമാണ്. ഞാനിടുന്ന ഈ ചെറിയ ചെറിയ ബ്ലോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം കൂടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക.